ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. ദ വെർഡിക്റ്റ് എന്ന് പറഞ്ഞ പടത്തിലത്തെ തിരുട എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മാമൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ കല്ലാലിയ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ അശ്വന്ത് മരുമുത്തൻ്റെ ടീമിൻ്റെ ഒരു ഓൺബോർഡായ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായി ഓൺബോർഡായ ഒരു സംഭവം പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഇതിൻ്റെ തേർഡ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള 100 കോടി കളക്ഷനൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പടത്തിൻ്റെ ടിക്കറ്റ്സ് 1.4 മില്യണിലും കൂടുതൽ വിറ്റുപോയിട്ടുണ്ട് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം. പിന്നെ മഞ്ഞിദർഗൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ ഡെവിൽസ് ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള സന്താനം അഭിനയിക്കുന്ന പടം. അവിടത്തിലത്തെ കസ്തൂരി എന്ന് പറഞ്ഞ ആളുടെ പേര് ദേവകി ആൻഡ് ശില്പ, രണ്ടുപേരുണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. പിന്നെ റൈഡ് 2 എന്ന് പറഞ്ഞ പടത്തിന്റെ ത്രേസ് കളക്ഷൻ 112.42 കോടിയാണെന്നുള്ള അറിയിച്ചു. പിന്നെ ജട്ടതാര എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് സുധീർ ബാബുവിന്റെ ബർത്ത്ഡേ വിഷുവിന്റെ പോസ്റ്റർ ഇറക്കി. പിന്നെ ഭൈരവ എന്ന് പറഞ്ഞ പടത്തിലെ ദുമാരെ എന്ന് പറഞ്ഞിട്ടുള്ള തേർഡ് സിംഗിൾ പുറത്തിറങ്ങി. പിന്നെ വീട്ടിൽ 15 വരുൺ തേജിന്റെ 15ാമത്തെ പടത്തിൽ നിന്ന് അതിന്റെ ഡയറക്ടറായിട്ടുള്ള മെർലപ്പാക്ക ഗാന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ബർത്ത്ഡേ വിഷുവിന്റെ പോസ്റ്റർ ഇറക്കി. പിന്നെ ഡിറ്റക്ടീവ് ഉജൽ എന്ന് പറഞ്ഞിട്ടുള്ള മെയ് 23 റിലീസ് ആവുന്നുള്ള ഒന്നുകൂടി കൺഫേം ചെയ്തുകൊണ്ട് പുതിയ പോസ്റ്റർ വന്നു. പിന്നെ യുണൈറ്റഡ് കിങ്ഡം ഇൻ കേരള എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള രജനീകാന്ത് കണ്ടിട്ട് സൂപ്പർ എക്സ്ട്രാ ഓർഡിനറി എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ടീം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും രജനീകാന്തിന് അടുത്ത റിലീസ് ആകാൻ പോണ പടം കൂലിയാണെങ്കിലും ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ജയിലർ 2 എന്നാണ് അടുത്തിന്റെ ആണ്. എന്തായാലും രജനീകാന്ത് കോഴിക്കോട് ഇതിന് ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നല്ല ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കാൻ സാധിച്ചത്. പിന്നെ ഇന്നലെ മദേഴ്സ് ഡേ ആയിരുന്നു. അപ്പോൾ ഹാപ്പി മദേഴ്സ് ഡേ. എന്തായാലും മദേഴ്സ് ഡേ ആയിട്ട് അമ്മ എന്നുള്ള രീതിയിൽ മോഹൻലാൽ ഒരു പഴയ ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മോഹൻലാലിന്റെ പോടിക്കൊണ്ടിരിക്കുന്ന പടം തുടരുമെന്ന് പറഞ്ഞിട്ടുള്ള പടം അവിടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ ഉണ്ട്. എന്നും എപ്പോഴും കൂടെ നിന്നവർക്ക് 200 കോടി നന്ദി എന്നുള്ള രീതിയിൽ എന്തായാലും പടം 200 കോടി നേടി എന്നുള്ള രീതിയിലാണ് അറിയിച്ചിട്ടുള്ളത്. പിന്നെ ഈ പടത്തിലത്തെ കാടരും കൊമ്പ എന്ന് പറഞ്ഞ പാട്ടിന്റെ മേക്കിംഗ് വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ജിതിൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ എന്ന് വെച്ചാൽ അജയൻ്റെ 2ാം മോഷണം അല്ലെങ്കിൽ ആറം എന്ന് പറഞ്ഞ പടത്തിന് ശേഷം അടുത്തായിട്ട് എടുക്കാൻ പോകുന്നത് പൃഥ്വിരാജിനെ ചിറ്റാന്നുള്ളതാണ് കേൾക്കുന്നത്. ഒരു സൈഫൈ രീതിയിലുള്ള പടമായിരിക്കും എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ ഏസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ വരും എന്ന് വന്നിട്ടുണ്ട്. ട്രെയിലർ കണ്ടിട്ട് കുഴപ്പമില്ല. എന്തായാലും പടം നന്നാമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും 3 മിനിറ്റിന്റെ അടുത്തുള്ള ഒരു ട്രെയിലറാണ് പുറത്തുവിട്ടിട്ടുള്ളത്. 3 മിനിറ്റ് തന്നെ പറയാം. പിന്നെ നരിവേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോ തോമസിന്റെ പടത്തിന്റെ റിലീസ് ഡേറ്റ് ഒന്ന് ചേഞ്ച് ആയിരുന്നു. എന്തായാലും ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. മെയ് 23 പടം റിലീസ് ആകുന്നത്. എന്തായാലും പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പ്രദീപ് രംഗനാഥന്റെ 4ാമത്തെ പടം എന്നുവെച്ചാൽ ഡ്യൂഡ് എന്ന് പേരിട്ട പടമാണ്. അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അല്ലെങ്കിൽ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഒക്കെ പറഞ്ഞത്. അപ്പോൾ അതിന്റെ പോസ്റ്റർ ഇന്നലത്തെ അപ്ഡേറ്റ് വീഡിയോയിലിട്ടാണ്. ഇപ്പോൾ എന്തായാലും അടുത്ത പോസ്റ്റർ കണ്ടിട്ടുണ്ട്. നായികയും കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. എന്തായാലും പ്രതിഭ രംഗനാഥനും അമിതാഭ് ബച്ചനും എന്തെങ്കിലും കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഇതും കിട്ടുന്ന പോസ്റ്റർ ആയിട്ട് തന്നെയാണ് തോന്നിയത്. എന്തായാലും പടം നന്നാവുന്ന പ്രതീക്ഷിക്കാം. പിന്നെ കളങ്കാവിൽ എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിയുടെ പടം ജൂൺ 4 അല്ലെങ്കിൽ 5 ഒക്കെ ആയിട്ട് റിലീസിന് എത്തുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ മാസം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ജൂൺ 5 ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. എന്നുവെച്ചാൽ കുറച്ചുകൂടി നീളമുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ കുറേ ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ലിയോ എന്ന് പറഞ്ഞ പടത്തിന്റെ OST ഒറിജിനൽ സൗണ്ട് ട്രാക്ക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അത് ഈ വരുന്ന തലപതി വിജയുടെ ബർത്ത്ഡേക്ക് എന്ന് വെച്ചാൽ ജൂൺ 22 പുറത്തു വിടുന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും വന്നാൽ മതിയായിരുന്നു. കുറേ കാലമായി ഇപ്പോൾ കുറേ കാലം എന്ന് വെച്ചാൽ ഏകദേശം 2 വർഷമാണ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ലുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.